സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ അഗസ്ത്യപ്രവേശം, ആദിത്യസ്തുതി, രാവണവധം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായദാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. വൈദേഹി സഹിതം സുരദ്രുമതലെ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിവിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ആപദാമപകർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥം മുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയം അതിവാടലാനനം കാഞ്ചനാദ്രീകമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ഉല്ലംഘസിന്ധോ സലിലം സലീലം യശോകവന്നീ ജനകാത്മജയ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാഷ്ട്രസന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അഗസ്ത്യപ്രവേശവും ആദിത്യസ്തുതിയും. അങ്ങിനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ രാഘവേന്ദ്രനിൽ ഇറങ്ങി നിന്നിടിനാനാകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനും ആനന്ദമയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയാ നിനക്ക് ആശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്കു വന്നതു ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നവും ആപത്ത് മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും രോഗവിനാശനം സിദ്ധിക്കുമായുസ്സു സൽകീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാ മന്ത്രമിതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരകാചാരണകിന്നര താപസഗുഹ്യക യക്ഷരക്ഷോഭൂത കിം പുരുഷോപ്സരമാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശാനരനും കൃതാന്ധനും
രക്ഷോവരനും വരുണനും വായുവും യക്ഷാദിവാനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും വാരണവക്ത്രനോ മാര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും വാരമാസർത്തൂവൽ സംവത്സരകൽപ്പാതി കാരകനായതും സൂര്യനിവൻ തന്നെ വേദാന്തവേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷാകരാത്മകൻ തുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സവിതാ സമസ്തലോകക്ഷണൻ ഭാസ്വൻ വിവസ്വൻ നവസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭു ശരണ്യൻ ശരണജൻ ലോകശിശിരാരി ഘോരതിമിരാരി ശോകാവഹാരി ലോകാലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രംശു സനാതനൻ സപ്താസനർജുനാസൻ സകലേശ്വരൻ സുപ്താജനാവബോധപ്രദവൻ മംഗലൻ ആദിത്യനർക്കേൻ അരുണേനനന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരിവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനംശുമാൻ ഉഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ ഗദ്യോതനുദ്യോതനദ്വയൻ വിദ്യാവിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധ പ്രധാനരമ്യായ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാതിദേയൻ ജഗദാധിഭൂതൻ ശിവൻ കേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദിനിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാനവിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമീ ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ ചിന്താമണി ചിദാനന്ദായ തേ നമ നീഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ സ്ഥാവരജംഗമാചാര്യായ തേ നമോ ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ സത്യപ്രധാനായ സത്വായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇത്യമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം ചിത്തം തെളിഞ്ഞ കസ്ത്വക്തി കെട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുസ്ഥനും കൂപ്പിനാൻ പിന്നെ വിമാനവുമേറെ മഹാമുന ചെന്ന് വീണാതരോഭാന്തേ മരുവിനാൻ രാഘവൻ മാതുലയോടരുളി ചെയ്താകുലമെന്നിയ തേർന്നടത്തിയിടു നീ മാതുലി തേരുതി വേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ലത സസ്യനും മൂടി പൊടി കൊണ്ടുദിക്കും ഉടനടി കൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം കിണ്ടിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാദിവൻ വാചികൾ തമ്മയും മാതുലി തന്നെയോ എഴുതേടിനാൻ ശൂലമോ മുസലങ്കതാദികളോ മേൽക്കുമേലെ പൊഴിച്ചതു രാക്ഷസരാജനും
സായകജാലം പൊഴിച്ചവയോ മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞോ മകന്നോ വലം വെച്ചു മേറ്റുമിടം വെച്ചു മുട്ടു പിൻവാങ്ങിയും. സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയമില്ല ഈ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പകൽ തീടിനാർ. നന്നു നന്നെന്നോ തെളിഞ്ഞിതോ നാരദൻ. പൗലസ്ഥരാഘവന്മാ തൊഴിൽ കണ്ടയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനോ മേദിനിതാനോ വിറച്ചിതു ഭാരമായി. പാദോനിധിയമളകി മറഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുതിയോട് തീർത്തിയിടിലും അമ്പരം അമ്പരത്തോട് തീർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമമോ രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നോ പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാനതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായതപ്പോഴതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ലവൻ തലവത്തിനും. രാത്രിഞ്ചരന്റെ തപോഫലം ചിത്രമോ വിചിത്രമത്രയതുലോ. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, വാലി, വമ്പന, മാരീചൻ എന്നിവരാതിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിൻ ഇതെന്തിത് നിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ വഴി. ഉണ്ടായിതീ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവുമേതൂന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയുമാ ദശകന്ധരന്മേൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും ഒഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിയിലാവോളം. കൊണ്ട് ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിലവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പ കുറഞ്ഞു ദശാസന നിർണയം. 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പുരുതോനനന്തരം മാതുലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ. ഏതോ വിഷാദമുണ്ടാകായ മാനസ് മുന്ന മഗസ്ത്യതബോധനാഥരാൽ തന്ന ബാണം കൊണ്ടുകൊല്ലാം ജഗൽ പ്രഭു. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതുലി ചൊന്നത് കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീയതന്നോടിനി കൊന്നിടുവിൻ ദശകണ്ഠന നിർണയം എന്നരുളി ചെയ്തു. വൈലിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകോ വിശ്വാസഭക്തിയാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം വളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിതിൽ പൂക്ക് ചോര കഴുകി മുഴുകി വിരവോട് മാരുത വേഗേന രാഘവൻ തന്നെ തൂണയിൽ വന്നിങ്ങു വീണു തെളിവോട്. ബാണവുമെന്തോ ഒരു വിസ്മയമന്നേരം തെരിൽ നിന്നാശോ മറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷപ്പുതമുലർ തൂകിനാർ. ഉൽപ്പന്നമോദേന വാനവരേവരും അർക്കകുലോദ്ഭവൻ മൂർധനെ മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത്. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമാ വീശത്തുടങ്ങി പവനനും. നന്നായി വിളങ്ങി ചതുർദശലോകവും
താപസന്മാരും ജയശബ്ദേന പകർന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരൂഢീയ കമ്പുക്ക് കിഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുര. അർക്കജൻ മാരുതി നീലാംഗതാദിയ മർക്കടവീരരുമർത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനമോ നടിച്ചെന്നയും വെടിഞ്ഞേടിന വീരാ മഹാശയനോചിതായ നീ. പാലിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനെതാർ കുഴിക്കാവതും. ഏവങ്കരയും വിഭീഷണൻ തന്നോട് ദേവദേവീസേനരു ചെയ്തിതാതരൻ. എന്നോടഭിമുഖനാ നിന്നോ പോർ ചെയ്തു നന്നായി മരിച്ച മഹാസൂരനാമിവൻ. തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതോ പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്ക് പാരം സുഹൃത്തുക്കൾക്ക് എന്നെ യോഗം വരാം. ദോഷങ്ങളെല്ലാം ഒടുങ്ങി അവനിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ. ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം തത്രമണ്ടോദരി കീണു വന്നിടിന. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞ മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചോ പുനരുടൻ. ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരിജനങ്ങളും കീണു തുടങ്ങിന. പങ്ക്തിരതാത്മനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം. രാവണൻ തന്നോട് സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിന് സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതല. യോഗമല്ലേതോ മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും. വന്ന ബഹുമാനമൂടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോട്. മദ്ബാണമേറ്റൂരണന്തേ മരിച്ചോരു കർപ്പുരാധീശ്വരനറ്റിതു പാപങ്ങൾ. വൈരവുമാ മരണാന്തമാകുന്നതേ ഏറിയ സദ്ഗതി ഉണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കുകയൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാം. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമല്ലങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ. രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു മോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതരിയും രഘുനാഥനെ ബന്ധിച്ച് ജാതമോദം പോയി സ്വരാലയം മേവിനാൻ. ചെന്നു മന്ദിരം പൊക്കിയത് ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. ലക്ഷ്മണോരൾ ചെയ്തതു രാമനും രക്ഷോവരനാ വിഭീഷണനുമായി. മയാദത്തമായൊരു ലങ്കാരാജമുൾപോക്ക് ചിത്തമോദാഭിഷേകം കഴിക്ക നീ എന്നത് കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി. അർണവതോയാദി തീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തി വിളിച്ചഭിഷേകവും ചെയ്തത്. ഭൂമിയും ചന്ദ്രദിവാകരനദിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ. ലങ്കേശനായി വാഴുകുന്നു കിരീടാദലങ്കാരവും ചെയ്തു ദാനപുരസ്സരം. പൂജനായൊരു വിഭീഷണനായിക്കൊണ്ട് രാജനിവാസികൾ കാഴ്ചയും വെച്ചിതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാ രാഘവേന്ദ്രക്കാൽക്കൽ വെച്ച വിവാദ്യവും ചെയ്തു വിഭീഷണനാഥരാൽ. നക്തഞ്ചരേന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായേനഹമെന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. ശ്രീരാമനും രാവണനും തമ്മിൽ ഘോരമായ യുദ്ധമാണ്
നടന്നത്. ശ്രീരാമന്റെ തുരുതിരിയുള്ള ശരങ്ങളേറ്റിട്ട് രാവണന് അല്പം ആലസ്യമുണ്ടെന്ന് കണ്ടപ്പോൾ രാവണന്റെ തേരാളി പെട്ടെന്ന് യുദ്ധക്കളത്തിൽ നിന്നും രഥത്തെ പിന്തിരിക്കുകയുണ്ടായി. ആ സമയത്ത് രാവണൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പിന്തിരിഞ്ഞത്? യുദ്ധത്തിൽ പിന്തിര സ്വഭാവം എനിക്കില്ല എന്ന് നിനക്കറിയില്ലേ? നീ രാമന്റെ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പറഞ്ഞു, രാമനോട് സ്നേഹമുണ്ടായിട്ടല്ല, സ്വാമിയോട് ദേഷ്യമുണ്ടായിട്ടുമല്ല. ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് അല്പം ക്ഷീണമുണ്ടെന്ന് കണ്ടപ്പോൾ തൽക്കാലം ആ ക്ഷീണം മാറാൻ വേണ്ടി ഞാൻ മാറ്റി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഒരു സാരഥി വേണമല്ലോ, മഹാരഥന്മാരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉചിതമായി പ്രവർത്തിക്കാൻ, അതുകൊണ്ട് മാത്രമാണ്. ഇത് കേട്ടപ്പോൾ രാവണൻ സന്തോഷിച്ചു. എന്റെ പറഞ്ഞു, ഏതായാലും ഇന്നോടെ നാളെയോട് ഒന്ന് തിരഞ്ഞിടും, അന്നപനമുള്ള പോരെന്നറിയുക നീ. എത്രയും പെട്ടെന്ന് തന്നെ രഥം കൂട്ടുക, യുദ്ധത്തിന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും രാവണനും ശ്രീരാമനും തമ്മിൽ ഘോരമായ അസ്ത്രപ്രയോഗം നടന്നു. അങ്ങനെയുള്ള ഘോരമായ യുദ്ധം നടക്കുമ്പോൾ എങ്ങനെ നടന്നുകൂടാ? അവിടെ അഗസ്ത്യ മഹർഷി വന്നു ചേർന്നുകൊണ്ട് ശ്രീരാമനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്ക് അഭ്യുദയം വരുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അങ്ങയുടെ എല്ലാ ദുഃഖങ്ങളും തീരും, ആപത്തകന്നു പോകും, ശത്രുനാശം വരും, രോഗവിനാശം ഉണ്ടാകും, ആയുസ് വർദ്ധിക്കും, സൽകീർത്തി വരും. ഇത് ആദിത്യ ഹൃദയം എന്ന് പറയുന്ന മന്ത്രം, ഇത് താങ്കൾ ജപിക്കുക. ആദിത്യനാണ് ഈ 14 ലോകങ്ങൾക്കും ദേവനായിട്ടുള്ളത്. ആദിത്യനാണ്. ആദിത്യൻ തന്നെ രശ്മികളെ കൊണ്ട് ഇവിടെ സൃഷ്ടിക്കുന്നു. രശ്മികളെ കൊണ്ട് തന്നെ എല്ലാത്തിനെയും കൽപ്പകാലത്തിൽ ഭക്ഷിക്കുന്നതും ഒക്കെ ആദിത്യൻ തന്നെയാണ്. ആദിത്യൻ നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും അനകസമൂഹവും എല്ലാം സാക്ഷാൽ ആദിത്യൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. വിഷ്ണു വികർത്തനൻ, മാർത്താണ്ഡൻ അംശവാൻ, ഉഷ്ണകിരണൻ, മഹീരൻ, വിരോചനൻ, പ്രദ്യോധനൻ എന്നിവ പറയുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ എല്ലാം ഈ ആദിത്യൻ തന്നെയാണ്. അതിനാൽ കേതവിനാശനൻ, കേവലാത്മാ ബിന്ദു നാദാത്മകൻ, നാരദാദി നിഷേപിതൻ, ജ്ഞാനസ്വരൂപൻ, അജ്ഞാന വിനാശനൻ. അങ്ങനെയുള്ളതായ ആദിത്യനെ താങ്കൾ ധ്യാനിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഭക്തിയോടുകൂടി ആദിത്യ ഹൃദയം മന്ത്രം ജപിക്കുക. ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യ ഹൃദയം എന്ന പ്രസിദ്ധമായ മന്ത്രം, സന്താപനാശകരായ നമോ നമ, അന്ധകാരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ ജയ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വേകസാക്ഷിണേ തേ നമ, സത്യപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇങ്ങനെയുള്ളതായ ആദിത്യ ഹൃദയം എപ്പോഴും ജയിക്കുക, ശത്രുക്ഷയം വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ചിത്തം തെളിഞ്ഞ് അഗസ്തോക്തി കേട്ട അത്രയും ഭക്തി വർദ്ധിച്ച് ശ്രീരാമൻ നമസ്കരിച്ചു. അതോടുകൂടി ആ മഹാമുനി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ശ്രീരാമൻ തേരാളിയായ മാതരോട് പറഞ്ഞു, വളരെ പെട്ടെന്ന് എൻ്റെ രഥത്തെ കൂട്ടുക. അങ്ങനെ വളരെ വേഗത്തിൽ രഥം തെളിച്ചു. ഘോരമായ യുദ്ധം. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ മൂടി പൊടി കൊണ്ട് ദിക്കും ഉടനടി ശരങ്ങളും എന്തൊരു ശരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുതൽ പായാൻ വേണ്ടി തുടങ്ങി. രാവണന്റെ കൊടിമരം ഖണ്ഡിക്കുകയുണ്ടായ ശ്രീരാമൻ രാവണന്റെ കുതിരകളെയും രാവണാകട്ടെ മാതലിയെയും മുറിവേൽപ്പിക്കുകയുണ്ടായി. ശൂലം, മുസലം, ഗതകള് ഇങ്ങനെ പലതും രാവണൻ പ്രയോഗിച്ചു. ശ്രീരാമനാകട്ടെ അമ്പുകൾ ചെയ്തിട്ട് അതിനെല്ലാം ഖണ്ഡിക്കുകയുണ്ടായി. ഘോരമായ യുദ്ധം കണ്ടിട്ട് പലരും പ്രശംസിക്കാൻ വേണ്ടി തുടങ്ങി. പണ്ട് കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം, ഉണ്ടാകുകയില്ല ഇനി വണ്ണം ഇനിമേലിൽ. ഈ യുദ്ധത്തെ പറ്റിയിട്ട് എല്ലാ ആൾക്കാരും പരസ്പരം പുകഴ്ത്താൻ വേണ്ടി തുടങ്ങി. രാഘവരാവണന്മാരുടെ യുദ്ധം കണ്ടിട്ട് ത്രൈലോക്യവാസികളെല്ലാം ഭയപ്പെട്ടു എന്ന് പറയുന്നു. ആ സമയത്ത്
കാറ്റൊക്കെ നിശ്ചലമായി സൂര്യൻ അസ്തമിച്ചു. എന്നിട്ട് ഭൂമി പോലും ഇളകി മറിയാൻ വേണ്ടി തുടങ്ങി, സമുദ്രം ഇളകി മറിയാൻ വേണ്ടി തുടങ്ങി. പാതാളവാസികൾ പോലും രാമരാവണ യുദ്ധത്തിൽ ഭയപ്പെട്ടു അത്രേ. സമുദ്രത്തോട് എതിരുന്നത് പോലെയും ആകാശം ആകാശത്തോട് എത്തുന്നത് പോലെയും ആണത്രേ രാവണ യുദ്ധം ഉണ്ടായത്. അതിന് തുല്യമായിട്ട് ഇനി യുദ്ധം വേറെ ഇല്ല എന്നൊക്കെ പലതും പറഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെയുള്ള സമയത്ത് ശ്രീരാമനാകട്ടെ രാത്രിഞ്ചരന്റെ തലയും നിറത്തുടൻ രാത്രിയിലിട്ടാൻ രാവണന്റെ ഒരു തല അറുത്ത് ഭൂമിയിലിട്ടു. അത്ഭുതമെന്നേ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ കൂടെ മുളച്ച കാണായി അവൻ തല വീണ്ടും രണ്ടാമത്തെ തലയും മുറിച്ചിടുകയുണ്ടായി. അപ്പോഴും അത് മുളച്ചു വന്നു. ഇങ്ങനെ 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുല സത്തമൻ. ഇങ്ങനെ 101 തലകളെ ഭൂമിയിലിട്ടിട്ടും രാവണന്റെ തലക്കൊരു മാറ്റമുണ്ടായില്ല. ഇങ്ങനെ 100,000 തല പോകലും എങ്ങും കുറവില്ല അവൻ തലപത്തിനും. അത്രമാത്രം ആ തപസ്സിന്റെ ശക്തിയുണ്ട് രാവണൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാവണന്റെ തപശക്തി അത്ഭുതം തന്നെയാണ്. ശ്രീരാമൻ വിചാരിച്ചു, കേമന്മാരായ കുംഭകർണൻ, മകരാക്ഷൻ, ബാലി, മാരീചൻ ഇവരെയൊക്കെ കൊന്നതായ എൻ്റെ ഈ ബാണത്തിന് എന്തുകൊണ്ടാണ് ഈ ദുഷ്ടനെ കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ശ്രീരാമൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ശ്രീരാമൻ തുരിതരെ രാവണന്റെ ശരീരത്തിലേക്ക് ശരങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. രാവണനാകട്ടെ തിരിച്ചും തുരിതരെ ശരങ്ങൾ പ്രയോഗിച്ചു. പെട്ടെന്ന് ശ്രീരാമന്റെ മനസ്സിൽ ഒരു നിലവുണ്ടായി. അപ്പോൾ ശ്രീരാമന് ഏൽക്കുന്ന ശരങ്ങളെല്ലാം പുഷ്പങ്ങളെ പോലെ നിസ്സാരമായിട്ട് വന്നു. പെട്ടെന്ന് രാവണന്റെ ഒരു ശക്തിക്ഷയം രാവണന് വന്നു ചേർന്നു. ഈ സമയത്ത് ഇങ്ങനെ 7 ദിവസം രണ്ടുപേരും ഘോരമായ യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് മാതലി പറഞ്ഞു, പ്രഭോ, അഗസ്ത്യ മഹർഷി തന്നതായ ആ അസ്ത്രം പ്രയോഗിച്ചിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടി പറ്റും. മുന്നം അഗസ്ത്യ തപോധനൻ ആദനാൽ തന്ന ബാണം കൊണ്ട് കൊല്ലാൻ ജഗൽപ്രഭോ. പൈതാമഹാസ്ത്രമായതെന്നിങ്ങനെ ആ ബ്രഹ്മാസ്ത്രമാണ് അതുകൊണ്ട് കൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നീ പറഞ്ഞ അന്ന് തന്നെ ഞാനിതാ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിച്ചിട്ട് തൊടുത്ത് വിട്ടു. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ആ പ്രയോഗം വിശ്വമെല്ലാം പ്രകാശിച്ചു. ഒരു സായകം വിശ്വാസഭക്തിയാ ജപിച്ചയച്ചിടിനാൻ. അത് രാവണന്റെ ഹൃദയം വളർന്ന് ഭൂമിയെയും വേദിച്ചുകൊണ്ട് സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് ആ ചോരയൊക്കെ കഴുകി ശുദ്ധമായിട്ട് ശ്രീരാമന്റെ ആവനാഴിൽ തന്നെ ആ രഥം വന്നു ചേർന്നു. അത്ഭുതമെന്നേ പറയണ്ടു. പെട്ടെന്ന് ആ രഥത്തിൽ നിന്നും രാവണൻ ഭൂമിയിലേക്ക് മറഞ്ഞു വീഴുകയുണ്ടായി. വലിയ മരം വീഴുന്നത് പോലെയാണ് ആകാശം. ദേവന്മാർ അത് കണ്ടിട്ട് പുഷ്പവിട്ട് ചെയ്യുകയുണ്ടായി. അർക്കകുലോദ്ഭവൻ മൂർധനമേൽക്കുമേ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞത് എല്ലാവർക്കും ആ സമയത്ത് നല്ല രീതിയിൽ കാറ്റി വിഷമിട്ട് തുടങ്ങി. നന്നായി വിളങ്ങി. ചതുർദശ ലോകവും താപസന്മാരൊക്കെ ജയ ജയ ശബ്ദം മുഴക്കാൻ വേണ്ടി തുടങ്ങി. ശേഷിച്ച രാക്ഷസന്മാരെല്ലാം പേടിച്ചിട്ട് ലങ്കയിൽ പോയിട്ട് ഒളിച്ചു കഴിയുണ്ടായി. ഇങ്ങനെ രാവണൻ അവിടെ യുദ്ധക്കളത്തിൽ വീണപ്പോൾ വിഭീഷണൻ അടുത്ത് നിന്നിട്ട് ദുഃഖത്തോടെ വിലപിക്കാൻ തുടങ്ങി. ഇതെല്ലാം വിധിബലമാണ് വന്നത്. ഞാൻ ഇതൊക്കെ നിന്നോട് മുന്നേ പറഞ്ഞതല്ലേ, നീ അന്ന് ഇതൊന്നും അനുസരിച്ചില്ലല്ലോ. മഹാശയനോജനായ നീ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ വെറുതെ നിലത്തിങ്ങനെ വീണ് കിടക്കാൻ ഇടയായി വന്നുവല്ലോ, ദുര്യോഗം. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അനുഭവിക്കണമെന്നല്ലോ എന്ന് പറഞ്ഞൊക്കെ വിഭീഷണൻ കരയുന്ന സമയത്ത് ശ്രീരാമൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്നോട് മുഖാമുഖമായി നിന്ന് യുദ്ധം ചെയ്ത് മരിച്ച മഹാശൂരനാണ് ഇവനെ ഓർത്തിട്ട് നീ കരഞ്ഞു പോകരുത്. നന്നല്ലത് പരലോകത്തിന് സഖേ. മാത്രമല്ല വീരന്മാരാ രാജാക്കന്മാര് ധൈര്യത്തോടെ പടപൊരുതി നിൽക്കുന്നതിൽ നിന്ന് പടപൊരുതി മരിക്കുന്നതാണ് അവർക്ക് ഉത്കൃഷ്ടമായിട്ടുള്ള കാര്യം. പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ച് വീരസ്വർഗസിദ്ധിക്ക് ഭാരം സുഹൃതികൾക്കെന്ന് യോഗം വരാം. അപ്പൊ സുഹൃതിയായിട്ടുള്ളവനാണ് രാവണൻ. അവന്റെ ദോഷങ്ങളിലൊക്കെ ഒടുങ്ങിയിരിക്കുകയാണ്. അതിനാൽ അവന്റെ ശേഷക്രിയ നീ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വിഭീഷണൻ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് മണ്ഡോദരി വന്നു വിലപിക്കാൻ വേണ്ടി തുടങ്ങി. സ്ത്രീകളൊക്കെ വന്നിട്ട് പലതരത്തിലും വിലപിച്ചു. ശ്രീരാമൻ പറഞ്ഞു, രാവണന്റെ ഉടൽ എത്രയും പെട്ടെന്ന് സംസ്കരിക്കണം. വിഭീഷണൻ പറഞ്ഞത്, ഇവനോടും പാപം ചെയ്തവരാരുമില്ല ഈ ഭൂമിയിൽ, അതിനാൽ ഇവന്റെ ഉടൽ സംസ്കരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എന്റെ ബാണമേറ്റ് മരിച്ചതായ ഇവന് എല്ലാ ഭാവങ്ങളും വറ്റിരിക്കുകയാണ്.
പിന്നെ മാത്രമല്ല, ശത്രുത എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരെ മാത്രമേ ശത്രുതയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ശത്രുത മുള്ളതല്ല. അതിനാൽ ഏറിയ സദ്ഗതി ഉണ്ടാവതെന്നു നീ ശേഷക്രിയകൾ വഴി കഴിക്കുക. അതിനാൽ അതിന് നിനക്കൊരു ദോഷവും വരാൻ വേണ്ടി പോകുന്നില്ല. ചന്ദന ഗന്ധാദി കൊണ്ട് ചിതയുണ്ടാക്കിയിട്ട് മുനിമാരുമായിട്ട് രാവണന്റെ ദേഹം വളരെ ഭംഗിയിൽ അലങ്കരിച്ചിട്ട് ആർത്തി വിളിച്ചുകൊണ്ട് രാവണന്റെ ദേഹം സംസ്കരിക്കുക. അങ്ങനെ സംസ്കരിച്ചിട്ട് രാവണന് വേണ്ടിയിട്ട് ഉദകക്രിയകളും വിവേഷണം ചെയ്യുകയുണ്ടായി. സ്ത്രീകളാകട്ടെ ദുഃഖം പോക്കിച്ചെന്ന് ശ്രീരാമന്റെ പാദങ്ങൾ നമസ്കരിച്ചു. തേരാളിയായ മാതലി ശ്രീരാമനോട് യാത്ര പറഞ്ഞുകൊണ്ട് സ്വർലോകത്തേക്ക് പോയി. യുദ്ധം കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് ലക്ഷ്മണനോട് ഒരു ചെയ്തു ശ്രീരാമനും, നീ ഒരു കാര്യം ചെയ്യണം, വിഭീഷണനുമായിട്ട് ലങ്കാരാജ്യത്ത് പോയിട്ട് അവിടെ വിഭീഷണ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. അത് കേട്ടപ്പോൾ മറ്റുള്ള രാക്ഷസന്മാരും എല്ലാവരുമായിട്ട് എല്ലാ നദികളിൽ നിന്നുള്ളായ തീർത്ഥജലങ്ങളൊക്കെ കൊണ്ടുവന്ന് വാദഘോഷത്തോടുകൂടി താപസന്മാർ ആർത്ത് വിളിച്ചുകൊണ്ട് വിഭീഷണനെ ലങ്കാ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. എന്ന് പറഞ്ഞു, ഭൂമിയും ചന്ദ്രദിവാകരാദിയും രാമകഥയും ഉള്ളെന്ന് വിഭീഷണൻ ലങ്കായസനായി വാഴുകെന്ന് അലങ്കാരം ചെയ്യുകയുണ്ടായി. അങ്ങനെ ലങ്കാ രാജാവായി അഭിഷേകം ചെയ്തതായ വിഭീഷണന്റെ മുമ്പിൽ ആളുകൾ കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുകയുണ്ടായി. ആ കാഴ്ചദ്രവ്യങ്ങളെല്ലാം വിഭീഷണൻ കൊണ്ടുവന്നിട്ട് ശ്രീരാമന്റെ പാദങ്ങൾ വെച്ച് നമസ്കരിച്ചു. ശ്രീരാമനാകട്ടെ രാത്രിഞ്ചരന്റെ പ്രസാദത്തിനായിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പരിഗ്രഹിക്കുകയുണ്ടായി. ഇങ്ങനെ താൻ കൃതകൃത്യനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കഴിഞ്ഞു വന്നു.